നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ചില വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കും, ചില വാർത്തകൾ നമ്മളെ ചിരിപ്പിക്കും, ചില വാർത്തകൾ നമ്മളെ അമ്പരപ്പിക്കും, അല്ലെ? അത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരികയാണ്. അതായത് അതിങ്ങനെയാണ്: ഉത്തർപ്രദേശിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളുള്ള ഉരുളക്കിഴങ്ങിനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നതാണ് ആ വാർത്ത. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടിയേക്കാം. ബറേലിയിലെ കൈമ എന്ന ഗ്രാമത്തിലെ കർഷകൻ രാംപ്രകാശിന്റെ വയലിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു ഉരുളക്കിഴങ്ങ് സംബാലിലെ തുളസി മാനസ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ആ ഉരുളക്കിഴങ്ങ് ഭഗവാൻ വിഷ്ണുവിന്റെ രൂപമാണ് എന്നാണ് തന്ത്രി പറഞ്ഞത്. ഇതോടുകൂടി ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കായി. ആകെ മൊത്തം സംഭവം വാർത്തയായി, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അങ്ങനെ ഒടുവിൽ ഉരുളക്കിഴങ്ങിനെ ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ലോകത്ത്? എന്തായാലും ഉരുളക്കിഴങ്ങിന് ദൈവത്തിന്റെ രൂപത്തിന്റെ സാദൃശ്യമുണ്ട് എന്നാണ് ക്ഷേത്രത്തിലെ തന്ത്രി പറയുന്നത്. വിഷ്ണുവിന്റെ അവതാരങ്ങളായ വരാഹം, കൂർമ്മം, മത്സ്യം, പാമ്പ് എന്നിവയുടെ രൂപങ്ങൾ ഉരുളക്കിഴങ്ങിൽ ഉണ്ട് എന്നാണ് ഈ ഭക്തരുടെ അവകാശവാദം. നിരവധി ഭക്തരാണ് ഉരുളക്കിഴങ്ങ് കാണാൻ ദിനം പ്രതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഭഗവാൻ കൽക്കി സംബാലിൽ അവതരിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്നാണ് ക്ഷേത്രത്തിലെ തന്ത്രി പറഞ്ഞത്. തന്ത്രി ഇത് ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി പിന്നെ ഭക്തർക്ക് അപ്പീലില്ല. ഭക്തർ എല്ലാവരും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രം നിറഞ്ഞു കവിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ രീതിയിൽ വാർത്തയായിരിക്കുകയാണ്. വയലിൽ വിളവെടുക്കുന്നതിനിടെയാണ് സാധാരണയിലും അധിക വലിപ്പവും രൂപത്തിൽ ഒരു വ്യത്യാസവും ഒക്കെയുള്ള ഉരുളക്കിഴങ്ങ് കർഷകനായ രാംപ്രകാശിന് ലഭിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് അദ്ദേഹം തുളസി മാനസ് ക്ഷേത്രത്തിൽ എത്തിക്കുകയും ക്ഷേത്ര തന്ത്രി ശ്രീരാമ വിഗ്രഹത്തിനടുത്തായി ഇത് പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. ഇതോടുകൂടി ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ തന്നെ തന്ത്രി പറഞ്ഞു, ഇത് ഭഗവാൻ വിഷ്ണുവിന്റെ രൂപസാദൃശ്യമുണ്ട്, അതുകൊണ്ട് ഉടൻ തന്നെ കൽക്കി അവതാരം ഭഗവാൻ ഇവിടെ എടുക്കാൻ പോവുകയാണ്. അതിന്റെ സൂചനയായിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടിയത് മണ്ണിനടിയിൽ നിന്ന്. അതോടുകൂടി അദ്ദേഹം അത് നേരെ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് പ്രതിഷ്ഠിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ഭക്തരുടെ ഒഴുക്കാണ് ഉരുളക്കിഴങ്ങ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ക്ഷേത്രത്തിന് ഇപ്പോൾ നല്ല വരുമാനമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭക്തർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്.